നമസ്കാരം. ഇന്ന് സ്വല്പം അയവിറക്കാനുള്ള മൂടാണ്. ഓർമ്മകൾ, കുളിര് കോരുന്ന ഓർമ്മകൾ, നാവിൽ കപ്പലോടിക്കുന്ന കൊതിയൂറും ഓർമ്മകൾ, കുട്ടിക്കാലത്തിന്റെ നനവുള്ള സവർണ ഓർമ്മകൾ. എന്റെ അല്ല, നമ്മുടെ സ്വന്തം KKGയുടെ, നിയമത്തിന്റെ സ്വന്തം കൃഷ്ണകുമാർജിയുടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ചാണകം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, KKG എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അല്ല ഗൈസ്, ഇത്തവണ ഐറ്റം റംബൂട്ടാനല്ല, നല്ല മണ്ണിൽ കുഴികുത്തി ഒഴിച്ചു കുടിക്കുന്ന പഴംകഞ്ഞി. മാപ്രാവേഴ്സിലേക്ക് സ്വാഗതം. പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും. ഇതിലോട്ട് പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം. ഇവരങ്ങോട്ട് കൈവച്ച് ഓടാക്കും. നമ്മുടെ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവര് കഴിക്കുന്ന കാണുമ്പോൾ കൊതി വരും. നമുക്ക് ഒരു പുതിയ തമ്പുരാനുണ്ട്. ഈഞ്ചിക്കൽ ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന ഒരു പൊന്നു തമ്പുരാൻ. ഇദ്ദേഹം ഒരു MP ആണോ? അല്ല. ഒരു MLA ആണോ? അല്ല. പോട്ടെ, ഒരു വാർഡ് മെമ്പറെങ്കിലും ആണോ? അല്ലേ അല്ല. എന്നിട്ടും എങ്ങനെ ഈ മനുഷ്യൻ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി? LKGയും UKGയും കൊടികുത്തി വാഴുന്ന ഈ നാട്ടിൽ എങ്ങനെ KKG ഒരു വികാരമായി മാറി? എളിമ കൊണ്ട്, വെറും എളിമ കൊണ്ട്. കുടുംബമൊത്ത് ഒരു സ്റ്റാർ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോയ KKG പഴങ്കഞ്ഞി കണ്ട് വികാരാധീനാവുകയും തുടർന്ന് പണ്ട് തന്റെ വീട്ടിലെ പണിക്കാർക്ക് വീട്ടുമുറ്റത്ത് കുഴികുത്തി പഴങ്കഞ്ഞി കൊടുത്തിരുന്ന സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അങ്ങ് മുങ്ങിപ്പോവുകയുമായിരുന്നു. പുള്ളി പറയുന്നത്, വീട്ടിൽ ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ടായിട്ടും ഈ കുഴിയിൽ നിന്നും പണിക്കാർ കഞ്ഞി ആർത്തിയോടെ കോരി കുടിക്കുന്നത് കണ്ടിട്ട് അങ്ങേർക്ക് കൊതിയാവുകയായിരുന്നു എന്നാണ്. കൊച്ചു പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണോടാവേ. അതുകൊണ്ടൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലെ പുള്ളിയുടെ ഫാൻസ് എല്ലാവരും കൂടെ ഒരു ഹെറിറ്റേജ് കുഴിക്കഞ്ഞി അങ്ങേർക്ക് സെറ്റാക്കി കൊടുക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങ് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ പല പല വീടുകളിൽ നിന്നും ക്ഷണക്കത്താണ്. എല്ലാവരും മുറ്റത്തൊരു കുഴിയും കുത്തി കൃഷ്ണകുമാർജി വരുന്നതും കാത്തിരിപ്പാണ്. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, എന്താണ് KKG, നിങ്ങൾക്കിത് എങ്ങനെ സാധിക്കുന്നു? ഈ BJPക്ക് അത്ര കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊരു നെഗറ്റീവ് കേരളത്തിൽ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ മിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത്. അതിന്റെ ഇടയിലാണ് ജിയുടെ ഒരു ഹിസ്റ്ററി ക്ലാസ്. ഈ പുള്ളി എന്ത് പറഞ്ഞാലും എയറിലാണല്ലോ ഗോമാതാവേ. ആളെ വർത്താനം കേട്ടാൽ അറിയാം, പണ്ടത്തെ പോലെ വീട്ടുമുറ്റത്ത് കുഴി കുത്തി കഞ്ഞു കൊടുക്കാൻ പറ്റാത്തതില് പുള്ളിക്ക് നല്ല അസ്വസ്ഥതയുണ്ട്. പറമ്പിലൊരു കുഴി അങ്ങ് കുത്തണം അത് 4 ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് 4 YouTube ചാനലുകളായിട്ട് കൊടുത്താൽ നല്ല കാശല്ലേ? ഇനിയിപ്പോ ആ സവർണകാലം തിരികെ എത്തും എന്നുള്ള സുവർണ സ്വപ്നത്തിലാണോ BJPയിൽ ചെന്ന് ചേർന്നത്? അതല്ല, ഇനി BJPയിൽ ആയതുകൊണ്ടാണോ പുള്ളി ഇങ്ങനെയൊക്കെ നൊക്ലാജിയെ അയവിറക്കാൻ തുടങ്ങിയത്? അല്ല, രണ്ടും കണക്ക് തന്നെ. സത്യം പറഞ്ഞാൽ ഈ നൊക്ലാജയിലെ അപകടകരമായ ജാതീയതയെ നാട്ടുകാർ വലിച്ചു പുറത്തിട്ട് ഓഡിറ്റ് ചെയ്തതിലും KKG എയർലായത് സാമാന്യം തിരക്കേടില്ലാത്ത ഒരു തള്ളിയതിനാണ്. അതായത് 55 വയസ്സായ KKG കുട്ടിക്കാലത്ത് എറണാകുളത്ത് താമസിക്കുന്ന സമയത്ത് വീട്ടിലെ മുറ്റത്ത് കുഴി കുത്തി പണിക്കാരെ കഞ്ഞി കുടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ അതിൽ എന്തോ ഒരു മാത്തമാറ്റിക്സ് വർക്ക് ആവുന്നില്ലല്ലോ. അതായത് കൃഷ്ണകുമാർജി ജനിച്ചു വളർന്ന ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു രീതി കേരളത്തിൽ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒന്നുകിൽ ഒരു ഫ്യൂഡൽ ഫാന്റസി തള്ളിമറിച്ചത്, അല്ലെങ്കിൽ ഈ ചുള്ളന്റെ കുടുംബം അത്രമാത്രം ജാതീയതയും തൊട്ടുകൂടായ്മയും വെച്ചു പുലർത്തിയിരുന്നു. എന്തായാലും ഈ കഥ KKG യാതൊരു കുറ്റബോധവുമില്ലാതെ വളരെ അഭിമാനത്തോടെയാണ് നരേറ്റ് ചെയ്തത്. അതിലെ മനുഷ്യത്വമില്ലായ്മയെ കുറിച്ചും തൊട്ടുകൂടായ്മ എന്ന അനാചാരത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതിനെ കുറിച്ചും പുള്ളി ഒട്ടും ബോധവടല്ല. അത് സാരമില്ല, ഒരു പോലീസ് കേസ് പെട്ടിലേക്ക് ഇരിക്കുമ്പോൾ പഠിച്ചോളും. അങ്ങനെ ഐത്താചാരങ്ങളെ റൊമാന്റിസൈസ് ചെയ്തുകൊണ്ട് റംബൂട്ടാന് വളം വെക്കണ്ട, അതിന് തൽക്കാലം ചാണകം മതി. ജാതീയതയും ദളിത് അക്രമങ്ങളും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ KKGയുടെ പ്രസ്താവന എത്രമാത്രം അപകടകരമാണെന്നതിനെ കുറിച്ച് കമന്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത മാപ്രവേഴ്സിൽ കാണാം.